എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. എല്ലാ പലഹാരത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ പാനിൽ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒരു 2 മിനിറ്റോളം നല്ലപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളവും കൂടി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം അതിലില്ലെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് ഗ്രേവി കിട്ടും. നമുക്ക് ഇനി ഇതിൽ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കാം. അത് കഴിഞ്ഞ് തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായി കിട്ടും. കളറൊക്കെ ചേഞ്ചായി കുറുകി റെഡിയായി വരും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയോ പൂരിയുടെയോ ഇടിയപ്പം എല്ലാ പലഹാരത്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിയ ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കിയാൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.